ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നത് നിങ്ങൾക്കറിയാമോ? അത് ഗൈസ്, നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോവുകയാണ്. ട്രെയിനെത്താൻ ഏതാനും നിമിഷങ്ങളുള്ളപ്പോഴാണ് ഞാൻ ഓടിപ്പോയി ടിക്കറ്റ് എടുത്തതും ടിക്കറ്റ് എടുത്തതിന് ശേഷം ട്രെയിനിന് വേണ്ടി ഓടുന്നത്. ട്രെയിനിന് വേണ്ടി ഓടിയത് വേറെ ഒന്നുമില്ല, ഞങ്ങൾ കറക്റ്റായിട്ടുള്ള സ്ഥലത്താണ് പോയി നിന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ട്രെയിൻ കുറച്ചുകൂടെ മുന്നിൽ കൊണ്ട് നിർത്തി. അങ്ങനെ ട്രെയിനിന് വേണ്ടിയിട്ട് ഓടുമായിരുന്നു. അങ്ങനെ ഒരു നീണ്ട ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞാൻ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ വന്നിട്ട് ഇവിടെ വായി നോക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ള രണ്ടെണ്ണം കൂടെ വരാനുണ്ട്. ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് കല്യാണ വീട്ടിലോട്ട് പോകാൻ, അതായത് എറണാകുളത്തേക്ക് പോകാനായിട്ട് നിന്നത്. അപ്പം എൻ്റെ ദിയയും എൻ്റെ കിളിയും അവളുമാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ കാത്തിരിപ്പുകൾക്ക് ശേഷം ദാണ്ട് വരുന്നു ആ രണ്ട് അമ്മച്ചിമാർ. അങ്ങനെ വന്ന ഉടനെ പാവൻ്റെ പിള്ളേരൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുള്ളൊരു കടയിൽ നിന്ന് ചായയും പിന്നെ ഒരു സ്നാക്കും മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കല്യാണ വീട്ടിലേക്കാണ് പോകുന്നത്. ആദ്യമേ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു. ഊബർ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ ഒരു പ്രിയദർശിനി പോയത് ഗൈസ്. അൺഫോർച്ചുനേറ്റ്ലി അത് കിട്ടാൻ ഞങ്ങൾക്ക് യോഗമില്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ വീണ്ടും അടുത്ത ഊബർ ബുക്ക് ചെയ്തു. ആ കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങളുടെ ഊബറുകാരൻ ഞങ്ങളെ ക്യാൻസലും ചെയ്തു. ആ പ്രിയദർശിനി പോയതിന് ശേഷമാണ് പുള്ളി നമ്മുടെ റൈഡ് ക്യാൻസൽ ചെയ്തത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം വായി നോക്കി നിന്നിട്ട് വീണ്ടും ഞങ്ങൾ ഊബർ എടുത്ത് നേരെ അവളുടെ വീട്ടിലോട്ട് പോവാണ്. ഗായ്സ്, ഞങ്ങൾ മൂന്നുപേരും ഇവിടെ വന്ന് കയറിയപ്പം ബ്രൈഡും ബ്രൈഡിൻ്റെ വീട്ടുകാരും ഹൽദി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അവിടെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു മനുഷ്യനില്ല. പിന്നെ കിട്ടിയ പാടെ ഞങ്ങൾ ഇവിടെ കയറിയിരുന്നു. വീടെത്തിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ നമ്മൾ മനസ്സിലായത്. ഹൽദിയുടെ പരിപാടികളൊക്കെ ആയിട്ട് ബ്രൈഡും ബ്രൈഡിൻ്റെ വീട്ടുകാരും മൊത്തം ആ ഓഡിറ്റോറിയത്തിലായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ പകുതി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുപ്പും കാര്യങ്ങളായിരുന്നു. പിന്നെ ചെന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്ത് അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് ഹൽദി സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയി ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ തിരിച്ച് നേരെ വീട്ടിലോട്ടിങ്ങ് പോന്നു. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഹൽദി വിശേഷങ്ങൾ. ടാറ്റാ.